UDF എന്ന മുന്നണി എപ്പോഴെങ്കിലുമൊക്കെ വിജയം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ ഏറ്റവും വലിയ ചാലക ശക്തി അത് കോൺഗ്രസ് ആയിരുന്നില്ല, പകരം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. ആ മുസ്ലിം ലീഗിന് അവഗണന മാത്രമാണ് എന്നും കോൺഗ്രസിൽ നിന്ന് UDFനുള്ളിൽ ലഭിച്ചിട്ടുള്ളത്. അത് മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് എന്ന ആവശ്യത്തെ സംബന്ധിച്ചിടത്തോളമായാലും രാജ്യസഭാ സീറ്റ് എന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളമായാലും ആ അവഗണന എന്നും തുടരുന്നതാണ്. ഇത് മുസ്ലിം ലീഗ് അണികൾക്ക് ഇനിയും അംഗീകരിച്ചു കൊടുക്കാനാവില്ല എന്നൊരു വികാരമാണ് മുസ്ലിം ലീഗ് അണികൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗുമായി അടുത്ത് നിൽക്കുന്ന സമസ്ത പോലെയുള്ള സംഘടനയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്നൊരു ലേഖനത്തിൽ ഈ അടുത്ത് പറഞ്ഞത്, മുസ്ലിം ലീഗ് കോൺഗ്രസിനെതിരെ 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്വന്തമായി സ്ഥാനാർത്ഥികളെ നിർത്തി സൗഹൃദ മത്സരം നടത്തണമെന്നാണ്. അതായത് 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ അത്രമേൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വവും അതോടൊപ്പം മുസ്ലിം ലീഗുമായി അനുബന്ധമായി നിൽക്കുന്ന മറ്റ് സംഘടനകൾ. എന്തായാലും മുസ്ലിം ലീഗ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കാൻ അവരുടെ പിന്നിൽ ചില കണക്കുകൾ കൂടിയുണ്ട്. അവർ പറയുന്നത് 21 MLA-മാർ മാത്രമുള്ള കോൺഗ്രസിന് 16 ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കാമെങ്കിൽ ഒരു MLA പോലും ഇല്ലാത്ത RSPക്ക് 1 ലോക്സഭാ സീറ്റിൽ മത്സരിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ന 15 MLA-മാരുള്ള പാർട്ടിക്ക് വെറും 2 സീറ്റ് മാത്രം എല്ലാ തവണയും നൽകുന്നത്? ആ 2 സീറ്റുകൾ പൊന്നാനിയും മലപ്പുറവുമാണ്. മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടകൾ. ഒറ്റയ്ക്ക് നിന്നാൽ പോലും മുസ്ലിം ലീഗ് വിജയിക്കും എന്ന സാഹചര്യമുള്ള 2 മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങൾ മുസ്ലിം ലീഗിന് സ്വന്തമായി തന്നെ ജയിക്കാൻ ശേഷിയുള്ളതാണ്. അത് പോയിട്ട് മറ്റൊരു മണ്ഡലം കൂടി നൽകാൻ കോൺഗ്രസ് കാണിക്കുന്ന ഈ വിമുഖത വലിയ രീതിയിൽ ലീഗിനെ അസ്വസ്ഥരമാക്കുന്നുണ്ട്. ലീഗ് അണികൾ പറയുന്നത് ഇത് ലീഗിന്റെ ആവശ്യം മാത്രമല്ല, സമുദായത്തിന്റെ ഒന്നടങ്കമുള്ള ആവശ്യമാണ് എന്നാണ്. അവർ പറയുന്നത് കേരളത്തിൽ നിന്നും 50 വർഷമായി മുസ്ലിം MP-മാരായി പാർലമെന്റിൽ എത്തിയിട്ടുള്ളത് വെറും 12 പേരാണ്. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ 26%മാണെന്നിരിക്കെ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റിലെ മുസ്ലിം പ്രാതിനിധ്യം വെറും 15%മാണെന്നും മുസ്ലിം ലീഗ് അണികൾ സമൂഹ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നു. അവർ പറയുന്നത് ഈ മുസ്ലിം പ്രാതിനിധ്യത്തിന്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടി കൂടിയാണ് മുസ്ലിം ലീഗ് 3ാം സീറ്റ് എന്നൊരാവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്നാണ്. എന്തായാലും മുസ്ലിം ലീഗിന്റെ ഈ 3ാം സീറ്റ് ആവശ്യവുമായി ബന്ധപ്പെട്ട് ലീഗ് അണികൾ ലീഗിനെ ഇപ്പോൾ താരതമ്യപ്പെടുത്തുന്നത് CPI എന്ന LDFിലെ 2ാമത്തെ പ്രബല കക്ഷിയുമാണ്. 2020-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPI എന്ന 4 ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുന്ന പാർട്ടി നേടിയത് വെറും 12% വോട്ട് വിഹിതമാണ്. അതേസമയം 2 സീറ്റുകളിൽ മാത്രം മത്സരിക്കാൻ കോൺഗ്രസിനാൽ വിധിക്കപ്പെട്ട മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി സ്വന്തമാക്കിയതാകട്ടെ 24% വോട്ട്. ഇത് വളരെ വ്യക്തമായി ലീഗ് CPI-യേക്കാൾ വലിയൊരു പാർട്ടിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു കണക്കാണ്. എന്നിട്ട് പോലും CPI-ക്ക് LDFനുള്ളിൽ ലഭിക്കുന്ന പരിഗണന കോൺഗ്രസ് ലീഗിന് നൽകുന്നില്ല എന്നത് തന്നെയാണ് ലീഗ് അണികളെ ഇപ്പോൾ ഏറെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, അതേ തെരഞ്ഞെടുപ്പിലെ 2020-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തുകളിൽ UDF നേടിയ 33% സീറ്റുകളും UDF നേടിയ മൊത്തം സീറ്റുകളുടെ 33% സീറ്റുകളും നേടിയത് IUML എന്ന പാർട്ടിയാണ്. അതുമാത്രമല്ല, മുനിസിപ്പാലിറ്റികളിൽ UDF നേടിയ മൊത്തം സീറ്റിന്റെ 35% സീറ്റുകൾ നേടിയതും UDFിലെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ മുസ്ലിം ലീഗിനെയാണ് 3ാം സീറ്റ് വേണമെന്ന ആവശ്യത്തെ ഇങ്ങനെ നിരന്തരം കോൺഗ്രസ് തള്ളിക്കളഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ അതിൽ തളരാനോ അതിൽ തൃപ്തരാവാനോ ലീഗ് നേതൃത്വവും തയ്യാറല്ല എന്നത് തന്നെയാണ് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. PK കുഞ്ഞാലിക്കുട്ടി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഞങ്ങൾ അടിയുറച്ച് നിൽക്കുകയാണ്. നമുക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ ഇന്നത്തെ വാക്കുകൾ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാം. അല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. തങ്ങളിന്ന് ദുബായി പോവാണ്. അപ്പോൾ ഇനി 2 ദിവസത്തിനുണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നിലവിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയതാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരാൻ പോവില്ലേ,
അപ്പോൾ പല കാര്യങ്ങളും വിലയിരുത്താനുണ്ടാവുമല്ലോ. പ്രസിഡന്റ് സാന്നിധ്യത്തിൽ ഉള്ള ബാക്കിയുള്ള ഒരു മെമ്പർ സീനിയർ നേതാക്കന്മാരൊക്കെ ഓൺലൈനിൽ ജോയിൻ ചെയ്തിരുന്നു. ഞങ്ങളൊന്ന് റിവ്യൂ ചെയ്തതാണ്. എന്താണ് ലീഗിന്റെ ഒരു വിലയിരുത്തൽ? 3-ാം സീറ്റ് വിഷയത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ല, അതിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, യാതൊരു വ്യത്യാസവും ഇല്ല. അത് ഇനിയിപ്പോൾ UDF യോഗം ജാഥൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോഴല്ലേ അത് സംബന്ധിച്ചുള്ള അന്തിമ കാര്യങ്ങൾ ഞങ്ങൾ പറയുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതി ഞങ്ങൾ ഒന്നലെയും പറഞ്ഞതാണല്ലോ. അല്ല, ഇനി എന്തെങ്കിലും ഉന്നയിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഉന്നയിക്കലൊക്കെ കഴിഞ്ഞില്ലേ. ഇനി അത് സംബന്ധിച്ച് പിന്നോട്ട് പോയി എന്നുള്ള ചർച്ച പ്രചരിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങളിങ്ങനെ പ്രചരിപ്പിക്കാൻ നിൽക്കണ്ട, അതാണ് കുഴപ്പം. ഞങ്ങളൊരു പുറകോട്ടും പോയില്ല. ഞങ്ങൾ വളരെ ഒരു വർത്തമാനം പറഞ്ഞാൽ പിന്നെ ആ വർത്തമാനം തന്നെ ഉണ്ടാവുള്ളൂ. കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ വ്യക്തമാണ്, മുസ്ലിം ലീഗ് ഇത്തവണ 3-ാം സീറ്റ് എന്ന ആവശ്യം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇനി അറിയേണ്ടത് ഒറ്റ കാര്യമാണ്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ 3-ാം സീറ്റ് എന്ന ആവശ്യം ഇത്തവണയും കോൺഗ്രസ് ഒരു ദാക്ഷിണ്യവുമില്ലാതെ തള്ളിക്കളഞ്ഞാൽ 6 ലോക്സഭാ സീറ്റുകളിൽ പാലക്കാടും വടകരയും കോഴിക്കോടും ഉൾപ്പെടെ 6 ലോക്സഭാ സീറ്റുകളിൽ ലീഗ് കോൺഗ്രസിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തി ഒരു സൗഹൃദ മത്സരം കാഴ്ചവെക്കുമോ എന്നാണ്. അങ്ങനെ നടത്തിയാൽ ചില ഗുണങ്ങളുണ്ടെന്ന ലേഖനത്തിൽ സമസ്തയുടെ മുഖപത്രം ചൂണ്ടിക്കാണിക്കുന്നു. ഏതാനുമായും അവർ പറയുന്നത്, അങ്ങനെ ചെയ്താൽ മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായ ഒരു ശക്തിപ്പെടലിന് കാരണമാകും എന്ന് മാത്രമല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നിയമസഭാ സീറ്റുകൾ, MLA സീറ്റുകൾ കൂടി ലഭിക്കാൻ ഇത് കാരണമാകും എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം രാജ്യസഭാ സീറ്റ്, മുസ്ലിം ലീഗിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്ത രാജ്യസഭാ സീറ്റ് കൂടി ലഭിക്കാൻ ഇത് കാരണമാകും എന്ന് സമസ്തയുടെ മുഖപത്രം പറയുന്നു. ഇനി അത്തരത്തിലൊരു മത്സരത്തിന്, സൗഹൃദ മത്സരത്തിന് ലീഗ് തയ്യാറാകുമോ എന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ട ഏക കാര്യം.